ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീട്ടിലെ കിളികളെ വാങ്ങിച്ച കാര്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ കൂട്ടിൽ തന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ബഡ്ജീസിന് അതുപോലെ തന്നെ നമ്മളുടെ ഫിഞ്ചേഴ്സിനൊക്കെ അത്യാവശ്യത്തിന് ഹെൽത്തൊക്കെ വരാനായിട്ട് കൊടുക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കൂട്ടിനകത്ത് തന്നെ ഇതുപോലൊരു സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. കാരണം കിളികൾ തിന്നുന്ന ഇലകളൊക്കെ വെച്ച് കൊടുത്താൽ ആവശ്യത്തിലധികം അവർ കഴിക്കും. അപ്പോൾ ഇവരുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രോപ്പർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് കൃത്യസമയത്ത് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കില്ലേ, അതുപോലെ തന്നെ കൊടുക്കുക. ഓവറായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇലകൾ കഴിക്കുന്നത് പനിക്കൂർക്ക ഇല അതുപോലെ തന്നെ ഉള്ള ഇലകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് ആദ്യമൊക്കെ നമുക്ക് നന്നായിട്ട് തൊടാനും നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോഴൊക്കെ ഫുഡൊക്കെ വേഗം വന്ന് കഴിക്കുമായിരുന്നു ഈ ഒരു മഞ്ഞക്കിളി. കാരണം ഇതിൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് 10 മണിക്ക് ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ ഫുൾ ട്രെയിൻഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഫുഡ് കണ്ട ഉടനെ തന്നെ ഓടി വന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഇതിനു മുൻപേ ഉള്ള നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായ കുറച്ച് കിളികൾ പെട്ടെന്ന് തന്നെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. കാരണം അവർ അമിതമായിട്ട് ഇലകൾ കഴിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് അവർക്ക് വയറ് ശരിയില്ലാതിരിക്കാനും വയറ്റിന്ന് പോകാനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ടല്ല, ഒരു ചെറിയൊരളവിൽ ഡെയിലി ഒരേ സമയത്ത് ഇലകൾ കൊടുക്കുക, അല്ലാത്ത സമയത്ത് തിനകൾ കൊടുക്കുക. തിന കഴിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി വരും അവർ. ഇവരെ കണ്ടിട്ട് മറ്റുള്ള കിളികളും ഇപ്പോൾ ഏകദേശം ട്രെയിൻഡായി എന്ന് വേണം പറയാം. നമ്മൾ കിളികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലാണ് അവ നമ്മളോട് കൂടുതൽ ഇണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് അധിക ക്ഷമ വേണം. അപ്പോൾ ഇതിൽ ബ്ലൂയിലുള്ളത് 3 ആണും 1 പെണ്ണുമാണ്. യെല്ലോ 2 പെണ്ണാണ് കേട്ടോ. ഫിഞ്ചേഴ്സ് പിന്നെ പെയറായിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ മൊത്തം 4 ഫിഞ്ചേഴ്സ് ഉണ്ട് ഇപ്പം. അപ്പോൾ ഇപ്പോൾ ഇത്രയും കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത് രാത്രിയിൽ എന്തെങ്കിലും കൂട് മാന്തി പൊളിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, പൂച്ച മറ്റോ. അതുകൊണ്ടാണ് ഇതുപോലെ ഫുള്ള് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ നമ്മളതൊക്കെ തുറന്ന് കൊടുക്കും കേട്ടോ. നൈറ്റ് ആകുമ്പോഴേക്കും നമ്മളതൊക്കെ താഴ്ത്തി വെക്കും. അപ്പോഴേക്കും അവർ കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ഫുഡിന് ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് മല്ലി ഇല കൊടുക്കാം, പനിക്കൂർക്കില കൊടുക്കാം, അതുപോലെ തന്നെ തുളസിയില കൊടുക്കാം. ഇതൊക്കെ കിളികൾക്ക് നല്ലതാണ്. പക്ഷേ ഇതൊക്കെ ഒരു ടൈം വെച്ചിട്ട് മാത്രം കൊടുക്കുക, അമിതമായിട്ട് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ചീരയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ലീഫി ആയിട്ടുള്ളതെല്ലാം അവർക്ക് നല്ലതാണ്, പക്ഷേ ഒരുപാട് കൊടുക്കരുതെന്ന് മാത്രം. പിന്നെ പയറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ദഹനത്തിൻ്റെ പ്രശ്നം ഇവർക്കും ഉണ്ടാവും. അതുകൊണ്ട് അമിതമായിട്ട് കഴിക്കാനുള്ളത് കൊടുക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ ഇവർക്ക് വേണ്ടത് തിന തന്നെയാണ്. അപ്പോൾ തിനയും വെള്ളം ഡെയിലി മാറ്റി കൊടുക്കും കൂടെ വേണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാം. ബൈ ബൈ.